ഇടുക്കിയിൽ നിന്നും കോൺഗ്രസ് മന്ത്രി വേണമെന്ന ആവശ്യവുമായി സമ്മർദ്ദം ശക്തമാക്കി ജില്ലാ കോൺഗ്രസ് നേതൃത്വം. 72-ന് ശേഷം ജില്ലയിൽ നിന്ന് കോൺഗ്രസിന് മന്ത്രിമാരില്ലാത്ത സാഹചര്യം ചൂണ്ടിക്കാട്ടി DCC പ്രസിഡന്റ് CP മാത്യു ആണ് KPCCക്ക് കത്ത് നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ മത്സരിച്ച 4 സീറ്റുകളിലും മികച്ച വിജയം നേടിയത് മുൻനിർത്തിയാണ് ഈ അവകാശവാദം. കേരള കോൺഗ്രസിൽ നിന്നും അപ്പു ജോൺ ജോസഫ് മന്ത്രിയായാൽ ജില്ലയ്ക്ക് 2ാം മന്ത്രിയെ ലഭിക്കുമോ എന്ന ആകാംക്ഷയിലാണ് കോൺഗ്രസ്. ഇരിക്കുന്ന മന്ത്രി ഉണ്ടാവണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞതാണ് 4 കോൺഗ്രസിന്റെ MLA-മാർ ഇവിടുന്ന് ഇടുക്കിയിൽ ജയിച്ചിട്ടുണ്ട്. ഈ ജില്ലയുടെ ചരിത്രത്തിൽ ഇതുവരെ കോൺഗ്രസിന് മന്ത്രി ഉണ്ടായിട്ടില്ല. 72-ൽ ജില്ല രൂപീകരിച്ചതാണ്. കോട്ടയത്തായിരുന്നു ആദ്യം കളക്ടർ, നിങ്ങൾക്കൊക്കെ അറിയാം. 72 ജില്ല രൂപീകരിച്ചതിന് ശേഷം ഇന്നുവരെ കോൺഗ്രസിന്റെ ഒരു മന്ത്രി ഈ ജില്ലയിൽ ഉണ്ടായിട്ടില്ല. മറ്റെല്ലാ ജില്ലകളിലും മന്ത്രിമാരെ സംഭാവന ചെയ്യാൻ കോൺഗ്രസിന്റെ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. മന്ത്രിയില്ലാത്ത കോൺഗ്രസിന് മന്ത്രിയില്ലാത്ത ഏക ജില്ല കേരളത്തിലെ ഭൂപടത്തിൽ ഇടുക്കി മാത്രമാണ്. അതുകൊണ്ട് മന്ത്രി സ്ഥാനം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റും. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ ഇടുക്കി ഒന്നടങ്കം UDF വിജയിച്ച പശ്ചാത്തലത്തിൽ അതിൽ കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട്. 72-ന് ശേഷം ഒരു മന്ത്രിയെ പോലും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം പരസ്യമായി തന്നെ പറയുകയാണല്ലോ. എന്താണ് വിശദാംശങ്ങൾ രാഹുൽ? സ്മൃതി, ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളിൽ 5ഇടത്തും വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ 4ഇടത്തും കോൺഗ്രസിന്റെ MLA-മാരാണ് എന്നതാണ് എടുത്തു വരേണ്ട കാര്യം. അതുകൊണ്ട് ഇടുക്കിക്ക് ഒരു കോൺഗ്രസ് മന്ത്രി വേണം എന്നതാണ് DCC പ്രസിഡന്റായിട്ടുള്ള CP മാത്യു തന്നെ പറയുന്നത്. അതിന് ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്താൻ തന്നെയാണ് നിലവിൽ DCCയുടെ തീരുമാനം. ഇതിനോടകം തന്നെ DCC നേതൃത്വം KPCC നേതൃത്വത്തെ രേഖാമൂലം തന്നെ ഇടുക്കിക്ക് ഒരു കോൺഗ്രസ് മന്ത്രി വേണം എന്നത് അറിയിച്ചിട്ടുണ്ട്. അതിപ്പോൾ അതിന് അംഗീകാരം ലഭിക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം കേരള കോൺഗ്രസിൽ നിന്നും അപ്പു ജോൺ ജോസഫ് മന്ത്രിയാകുമെന്ന ഒരു സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇടുക്കിക്ക് 2 മന്ത്രിമാർ ലഭിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം. അപ്പു ജോൺ ജോസഫ് മന്ത്രിയാകുകയാണെങ്കിൽ ഒരുപക്ഷേ DCCയുടെ ആവശ്യം അംഗീകരിക്കാൻ സാധ്യതയില്ല. അതോ ഇനി 2 മന്ത്രിമാർ ലഭിക്കുമോ എന്നതും ഒരു കൗതുകം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഏറ്റവും ഒടുവിൽ 1982-ൽ റോസമ്മ ചാക്കോ ആയിരുന്നു കോൺഗ്രസിന്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ ഇടുക്കിയിൽ നിന്നുണ്ടായ ഒരു മന്ത്രി എന്ന് പറയുന്നത്. അതിനുശേഷം ഇടുക്കിയിൽ നിന്നൊരു മന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് CP മാത്യു തന്നെ പറയുന്നുണ്ട്. എന്തായാലും രേഖാമൂലം ഈ വിവരം KPCC അറിയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ചർച്ച തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഉൾപ്പെടെ തീരുമാനമുണ്ടാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഒരുപക്ഷെ മന്ത്രിയാവുകയാണെങ്കിൽ സിറിയക് തോമസോ അതോ സേനാപതി വേണു ആകുമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകുമോ എന്നതാണ് ഏറ്റവും കൂടുതൽ കൗതുകം ഉണ്ടാക്കുന്ന കാര്യം. എന്തായാലും DCCയുടെ ആവശ്യം KPCC പരിഗണിക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് DCC നേതൃത്വമുള്ളത്. സ്മൃതി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.